ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 യോഹന്നാൻ 3:7. കുഞ്ഞുമക്കളെ, നിങ്ങൾ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന യവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് വഴി നടത്തുന്നവർ വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ അലക്ഷ്യമായി ജീവിതത്തെ പന്താടുന്ന ആളുകൾ. അപ്പോ ഈ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ വളരെയധികം അകലം പാലിക്കേണ്ടതാണ്. എല്ലാവരും അങ്ങനെയല്ല പെരുമാറുന്നത് എന്നും മനസ്സിലാക്കണം. നമ്മൾ കുറെ ആളുകളൊക്കെ ഇതിനു വേണ്ടി തങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബലി കഴിക്കുന്ന ഒരു സ്വഭാവം. ഇവിടെ കുറെ പേര് ഈ വഴി നടത്തലില് പെട്ട് ജീവിതം ഇങ്ങനെ താറുമാറാക്കി കളയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്നെ വഴി നടത്തുന്നവൻ ആരായാലും ഞാൻ പോകേണ്ട വഴി ഞാൻ തന്നെ മനസ്സിലാക്കിയിരിക്കണം. എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ഈ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറുന്നു. നമുക്കറിയാം ഇത്ര സമയമാണ് അവിടെ എത്തണമെങ്കിൽ, ഇത്ര സമയത്തിന് അവിടെ എത്തുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വഴി തെറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മെ വഴി നടത്തുന്ന ആര് തന്നെയായാലും എന്ത് ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ലക്ഷ്യം വിട്ടു പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൽ നിന്ന് പിന്മാറി. ഇങ്ങനൊരു വഴി നടത്തലിനെ കുറിച്ചാണ് ഇവിടെ വചനം പറയുന്നത്. അതിനടുത്തൊരു വചനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനസ്സിലാക്കുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നീതി പ്രവർത്തിക്കുന്നവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. എന്തിനാ അങ്ങനെ പറയുന്നേ? നീതി പ്രവർത്തിക്കുന്നവനും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാൻ, അവൻ നീതിമാനാണെന്ന് പറഞ്ഞാൽ മതിയില്ലേ? അല്ല, നീതി പ്രവർത്തിക്കുന്നവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. ഇവിടെയുള്ള പ്രത്യേകത, ഇവിടെ വഴി നടത്തുന്ന ഇയാളെ കുറിച്ചാണ് പറയുന്നത്. നീതിമാനായ ഒരു വ്യക്തി നമ്മളെ വഴി നടത്താൻ പോരുന്നെങ്കിൽ നമ്മെ ലക്ഷ്യത്തിലെത്തിച്ചതിനു ശേഷം മാത്രമേ ഈ വ്യക്തി നമ്മെ വിട്ട്